ഇത് അരി കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്. ഇത് ചേനയിട്ട് വെച്ച പോർക്ക് കറി. അപ്പോൾ ഉണ്ണിയപ്പത്തിന് അരിപ്പൊടി, പാളയംകുടംപഴം, വെല്ലം, എള്ള്, നാളികേരം കൊത്തി മൂപ്പിച്ചിടുക, ഏലക്കായ പൊടിച്ചത്. അല്ലാണ്ട് വേറെ മൈദ, റവ അതൊന്നുമില്ല. പിന്നെ ഇത് ഉണ്ണിയപ്പം കോരി ഒഴിച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. നെയ്യിൽ മാത്രമാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പിന്നെ പറയാനില്ല. അതുപോലെ തീ കുറച്ചിടണം ഉണ്ണിയപ്പം ഒഴിച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് മറിച്ചിടുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേവില്ല. ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഉണ്ണിയപ്പം. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന് പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഇന്ന് കഴിഞ്ഞാൽ നാളേക്ക് ഒന്നും കൂടി ടേസ്റ്റാവും, ഒന്നും കൂടി സോഫ്റ്റാവും. അങ്ങനെ 4 ദിവസം ഇരിക്കും തോറും നല്ല ടേസ്റ്റ് കൂടും. 5-ാം ദിവസം അതിനെടുത്ത് തൂര കളയണം. പിന്നെ അത് കൂന്തൾ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് വലിച്ചെടുത്തിട്ട് ഈ മഷി എടുത്ത് കളയണം. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴുകി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ തോല് ഇതേപോലെ പൊളിച്ച് കളയുക. ഇതിൻ്റെ ഉള്ളിലൊരു മിസൈലുണ്ട്, പ്ലാസ്റ്റിക് പോലെ, അതെടുത്ത് കളയുക. എന്നിട്ട് നുറുക്കുക. ഇത് 3 കറികളാണ്. ഇത് പോർക്കും ചേനയും കൂടിയിട്ട് കറി വയ്ക്കുക. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ ഇടുക. മഞ്ഞൾപ്പൊടി നല്ല പോലെ 1 ടീസ്പൂൺ നിറച്ചിടുക. ഇത് 2 കിലോ പോർക്ക. പിന്നെ മല്ലി, മുളക് വറുത്ത് പൊടിച്ച പൊടി 3 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇനി ഇത് നല്ലോണം തിരുമ്പി കൂട്ടുക. തിരുമ്പി കൂട്ടി കഴിഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് ഒരു സ്റ്റീം അടിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ വേഗം വെന്ത് കിട്ടും. പിന്നെ ഞങ്ങളുടെ കൂന്തൾ ചില്ലി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പോർക്കും ചേനയും കൂട്ടാൻ വെച്ചത്. പിന്നെ ഇത് കൂന്തൾ ചില്ലി ഉണ്ടാക്കിയത്. കൂന്തൾ വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലൊരു സ്റ്റീം അടിക്കുക. അപ്പോൾ അത് നുറുക്കാൻ നല്ല എളുപ്പമായി, ഉള്ളു വേവും ചെയ്യും വറക്കുമ്പോൾ.